അസ്സലാമു അലൈക്കും. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിപ്പിക്കുന്ന കാലൊച്ച. ഓരോ മൺതരികളും കൊതിച്ചു പോകുന്നു. ആ പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിൽ എന്ന് ആ കാലൊച്ച മറ്റാരുടേതുമല്ലായിരുന്നു. ലോക അനുഗ്രഹി തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു തിരുമേനി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഒരു തേങ്ങിക്കരച്ചിലിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു മലമേടൻ കിടന്നിറങ്ങുന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട നബിയെ കണ്ടതോടെ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണവും തേടി വന്നതാണ്. മക്കൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാകും. അവർക്ക് പാലൂട്ടി ഞാൻ ഉടനെ തിരിച്ചു വരാം. താങ്കൾ എന്നെ വിട്ടയച്ചാലും. ഉടനെ തന്നെ നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ആ മാനിനെ അയച്ചുവിടൂ. അത് അതിന്റെ മക്കൾക്ക് പാലൂട്ടി തിരിച്ചു വരും. തന്നെ ചിരിച്ചുകൊണ്ട് മലമേടൻ പറഞ്ഞു, ആഹാ, ഈ മാൻ പോയി തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തരമാണ് താങ്കളെ പറയുന്നത്? അല്പനേരം ആലോചിച്ചതിനു ശേഷം മലമേടൻ വീണ്ടും ചോദിച്ചു, ഈ മാനിനെ ഞാൻ അയച്ചുവിടാം. അതിന് പകരമായി നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. ആലോചിച്ചതിനു ശേഷം വീണ്ടും ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ താങ്കളെ ഞാൻ അറുത്തു കളയും. നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ മലമേടൻ ആ മാനിനെ അയച്ചുവിട്ടു. മാൻ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കടാര പുന്നാര നബിയുടെ കഴുത്തിലേക്ക് നീളാൻ തുടങ്ങി. അപ്പോൾ അതാ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് ആ മാൻ ഓടിയെത്തി. ഇത് കണ്ടു നിന്ന മലമേടൻ അമ്പരന്നു പോയി. എന്തൊരു അത്ഭുതമാണിത്! ഉടനെ തന്നെ മലമേടൻ നബി തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉടനെ തന്നെ മലമേടൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അയച്ചുവിടുകയും ചെയ്തു. ഈ കൊച്ചുകഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.